ഹായ് സുന്ദരീസ്, എൻ്റെ പേര് അശ്വതി. എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഈസി ആയിട്ടൊരു ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഡ്രീം ക്യാച്ചർ ഒരു അമേരിക്കൻ കൾച്ചറാണ്. അപ്പോൾ അവരുടെ വിശ്വാസപ്രകാരം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലിത് തൂക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ചീത്ത സ്വപ്നങ്ങളൊക്കെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് അങ്ങനെയൊക്കെ കാണുകയാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ അത് ഈ ഡ്രീം ക്യാച്ചറിൻ്റെ നടുവിലൊരു ഹോളുണ്ട്, അതിൽ കൂടെ കടന്നു പോകുന്നതാണ് അവർ പറയണത്. അതിനേക്കാളും ഉപരി ഇതൊരു ഭയങ്കര ഒരു വീട്ടിലൊരു ഹോം ഡെക്കോറായിട്ട് കണക്കാക്കുന്നുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ ഇത് എല്ലാവിടെയും ഭയങ്കര പോപ്പുലറാണ്. ഇന്ത്യയിലാണെങ്കിലും നമുക്കിപ്പോൾ കടകളിലൊക്കെ, നമ്മുടെ നാട്ടിൽ പോലും ഞാൻ പല കടകളിലും ഡ്രീം ക്യാച്ചർ കണ്ടിട്ടുണ്ട്. സോ ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ട്രഡീഷണൽ വേ ഓഫ് ഡ്രീം ക്യാച്ചർ അല്ല, അത് ഞാൻ വേറൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം അതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ എളുപ്പപ്പണിയിൽ പെട്ടെന്ന് നമ്മുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഭംഗിക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും തൂക്കിയിടാം. അപ്പോൾ ഇത് കാറ്റത്തൊക്കെ ആടും. നമ്മുടെ വീട്ടിൽ ചുമരിൽ വേണമെങ്കിൽ അങ്ങനെ തൂക്കിയിടാം. സോ അത് നമ്മുടെ ഇഷ്ടപ്രകാരം എങ്ങനെയാച്ചാലാവാം. വളരെ ഈസിലി കിട്ടുന്ന മെറ്റീരിയൽസ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത്. അതിനായിട്ട് ഏറ്റവും ആദ്യം നമ്മൾ എടുക്കുന്നത് എംബ്രോയിഡറി റിംഗ് ആണ്. എംബ്രോയിഡറി റിംഗ് എല്ലാ കടകളിലും, അത് ക്രാഫ്റ്റ് സ്റ്റോറിലൊക്കെ കിട്ടും. പിന്നെ ഫെദേഴ്സാണ് എടുത്തിരിക്കുന്നത്, അതും ക്രാഫ്റ്റ് സ്റ്റോറിൽ മേടിക്കാൻ കിട്ടും. പിന്നെ സാറ്റിൻ റിബൺ, എംബ്രോയിഡറി ത്രെഡ്സ് ഉണ്ട്, കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ബ്രേസ്ലെറ്റ്, മാല, അതിൻ്റെ ബീഡ്സ് ആയാലും മതി. ഗ്ലൂ ഗൺ, പിന്നെ സിസേഴ്സ് എടുക്കാം. ഇനി ഏറ്റവും ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എംബ്രോയിഡറി റിംഗ് ഉണ്ടല്ലോ, ഇതിന് ഇതിനൊരു ഇന്നർ സർക്കിളും ഒരു ഔട്ടർ സർക്കിളും ഉണ്ട്. അപ്പോൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്യാം. സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഔട്ടർ സർക്കിളിലുണ്ടല്ലോ അവിടെ കുറച്ച് ഗ്ലൂ ഗണ്ണുകൊണ്ട് പശ അപ്ലൈ ചെയ്തിട്ട് ഫുൾ സാറ്റിൻ റിബണോ, അല്ലെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ടിഷ്യൂ റിബണാണ്. ടിഷ്യൂ റിബൺ ഉപയോഗിച്ചിട്ട് ഈ കംപ്ലീറ്റ് സർക്കിൾ ഞാൻ ചുറ്റിച്ചെടുക്കുകയാണ്. എനിക്കറിയാം ചിലരുടെ കയ്യിലൊന്നൊരു ഗ്ലൂ ഗൺ ഉണ്ടാവില്ല എന്നുള്ളത്, പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരുടെ വീട്ടിലും ക്രാഫ്റ്റ് ഒന്നും ചെയ്യാത്ത ആളാണെങ്കിൽ പോലും ഒരു ഗ്ലൂ ഗൺ മേടിച്ച് വയ്ക്കുന്നത് നല്ലതാണ്. ഗ്ലൂ ഗണ്ണിനെ കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ എന്തായാലും ചെയ്യാം. എല്ലാം അതിൻ്റെ ഗുണങ്ങൾ എന്താണ്, എവിടെ നിന്ന് മേടിക്കാം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ ഇന്നർ സർക്കിൾ എടുക്കുകയാണ്. ഔട്ടർ സർക്കിൾ നമ്മൾ ഫുള്ള് കവർ ചെയ്ത് അവിടെ എങ്ങനെ മാറ്റി വയ്ക്കാം. എന്നിട്ട് എംബ്രോയിഡറി ത്രെഡ് ഉണ്ടല്ലോ, അത് നമുക്ക് ഈസിലി അഗെയിൻ ക്രാഫ്റ്റ് സ്റ്റോറിലൊക്കെ മേടിക്കാൻ കിട്ടും. അത് ഞാൻ ഒരു തെറ്റത്ത് ഇതേപോലെ ഒരു നോട്ടിട്ട് കെട്ടി വെക്കുകയാണ്. കെട്ടിയിട്ടതിന് ശേഷം ഇതേപോലെ കംപ്ലീറ്റ് സർക്കിളിൽ ഇതേപോലെ ഇങ്ങനെ ക്രോസ് ഡിറക്ഷനിൽ, എങ്ങനെ ഇപ്പോൾ പറയുക, ഇപ്പോൾ ഒരു വശത്ത് ഒരു സ്ഥലത്തു നിന്നാണ് എടുക്കണത് വെച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് അപ്പുറത്തെ സ്ഥലത്ത് വയ്ക്കുക. അങ്ങനെ നമ്മൾ ഫുള്ള് ചുറ്റി എടുക്കുകയാണ്. അപ്പോൾ ഒരു ത്രെഡ് കൊണ്ട് ഈ ഫുൾ സർക്കിൾ കവർ ആവണമെന്നില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അടുത്ത സെറ്റ് ത്രെഡ് എടുക്കാം. അപ്പോൾ ഓരോ ത്രെഡിലും അതായത് ഓരോ എംബ്രോയിഡറി ത്രെഡിലും കുറച്ച് മീറ്റേഴ്സിൻ്റെ ത്രെഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് വെച്ചിട്ട് ഫുൾ എംബ്രോയിഡറി ഈ വട്ടം കവർ ആവണമെന്നില്ല. അപ്പോൾ ഒരു ത്രെഡ് കൊണ്ട് ഇത് ഇത്രേ കവറായുള്ളൂ, സാരമില്ല. നമുക്ക് അവിടെ കെട്ടിട്ടതിന് ശേഷം അടുത്ത ത്രെഡ് എടുത്തിട്ട് ഇതേപോലെ ഫുൾ ചുറ്റിച്ച് വയ്ക്കാം. ഞാൻ പറഞ്ഞില്ലേ, ശരിക്കുള്ള ഒരു ട്രഡീഷണൽ വേ ഇങ്ങനെയല്ല കേട്ടോ. ഇത് ഞാൻ എളുപ്പപ്പണിക്ക് എല്ലാവർക്കും എളുപ്പമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എന്തായാലും വേറൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം ഇതിൻ്റെ ശരിക്കും ട്രഡീഷണൽ വേ വെച്ചിട്ടുള്ളത്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ശരിയായി വന്നിട്ടുണ്ട് ഇപ്പം. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവസാനത്തെ ത്രെഡ് കെട്ടുമ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെൻ്റെ പഴയ ബ്രേസ്ലെറ്റ് എന്നൊക്കെ പൊട്ടി പോന്നിട്ടുള്ള ബീഡ്സാണ്. ഇതിനു വേണ്ടി പ്രത്യേകം മേടിക്കണമെന്നില്ല, മേടിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള ബീഡ്സൊക്കെ മേടിക്കാം നമുക്ക്. അത് വെച്ചിട്ട് ഞാൻ ഇതേപോലെ ഫുള്ള് ചുറ്റി കൊടുക്കുകയാണ്. ഇടയ്ക്കിടയ്ക്കായിട്ട് ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ബ്ലൂവും പേർപ്പിളും അങ്ങനത്തെ ഒരു ഫാമിലി എന്നുള്ള കളേഴ്സ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം സിമിലർ തോന്നുന്ന പോലത്തെ അല്ല. നിങ്ങൾക്ക് ഡിഫറെൻറ്റ് മൾട്ടി കളർ എടുത്ത് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഓക്കെ, ഇനി നമ്മുടെ ഇഷ്ടപ്രകാരം എഗെയിൻ എത്ര ബീഡ്സ് വേണോ അതിനനുസരിച്ചൊക്കെ ഇട്ടിട്ട് കൊടുക്കാം. ഞാനിത് ഒരുപാട് നാൾ മുമ്പ് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ, ഇംഗ്ലീഷ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നതാണ്. സോ ഞാനിത് ശരിക്കും പറഞ്ഞാൽ 2 വർഷം മുമ്പ് ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോഴും എൻ്റെ വീട്ടിലിതുണ്ട്, ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല. പലപ്പോഴും ആൾക്കാർ വരുമ്പോൾ ചോദിക്കാറുണ്ട് എന്താ സംഗതി, ഇതെന്താ രസമുണ്ടല്ലോ, ഇങ്ങനെ കാറ്റത്ത് ആടണ കാണാൻ ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ പറയാറുണ്ട്. ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കും, നല്ല എളുപ്പമല്ല, അധികം സാധനങ്ങളൊന്നും വേണ്ട, നമുക്ക് ഈസിലി കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഒരു എളുപ്പപ്പണിക്ക് നമുക്ക് എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഇങ്ങനെ ആ ത്രെഡിൽ സൂചി കോർത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ചധികം ബീഡ്സ് ഇടുക. എന്നിട്ട് ബീഡ്സിനെ നമ്മൾ ഇതേപോലെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ തന്നെ നിന്നോളും. എന്നിട്ട് ഒരു സേഫ്റ്റിക്ക് ഇതിന് ചുറ്റും കുറച്ച് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ബീഡ്സിൻ്റെ ചുറ്റുമല്ല കേട്ടോ, ആ എംബ്രോയിഡറി ഹൂപ്പിൻ്റെ ചുറ്റും കുറച്ച് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത്
നന്നായി സെക്യൂർ ആയിട്ടിരിക്കും. ഇനി നമ്മൾ ആ ഔട്ടർ സർക്കിൾ എടുക്കുക. അതിന് ചുറ്റും നമ്മൾ ഓൾറെഡി ടിഷ്യൂ റിബൺ വെച്ച് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ താഴെയായിട്ട് സാറ്റിൻ റിബൺ വെച്ചിട്ട് ഞാൻ ഇതേപോലെ കെട്ടി കൊടുക്കുകയാണ്, കുറച്ചിങ്ങനെ വാല് പോലെ തൂങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട്. കൂടാണ്ട് എംബ്രോയ്ഡറി ത്രെഡ് വെച്ചിട്ട് ഞാൻ ഇതേപോലെ കെട്ടി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മുടെ കയ്യിൽ എന്താ അവൈലബിൾ ആയിട്ടുള്ള വെച്ചാൽ അത് വെച്ചിട്ട് ഇതേപോലെ കെട്ടി കൊടുക്കുക. വൂളൻ ത്രെഡ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഈ തൂങ്ങി കിടക്കുന്ന സാധനങ്ങൾ അറേഞ്ച് ചെയ്യണം. അതിനേക്കാളും മുമ്പ് നമുക്ക് ഈ ഔട്ടർ സർക്കിളിൻ്റെ ഉള്ളിലേക്ക് ഇന്നർ സർക്കിളും കൂടി വെച്ചിട്ട്, ഇന്നർ ഹൂപ്പും കൂടി വെച്ചിട്ട് എംബ്രോയ്ഡറി സർക്കിൾ ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമ്മൾ തന്നെ ഫിക്സ് ചെയ്ത് വെക്കുകയാണ്. ഇനി നമുക്ക് ഈ തൂങ്ങിക്കിടക്കുന്ന ത്രെഡുകൾ, തൂങ്ങിക്കിടക്കുന്ന റിബണൊക്കെ അറേഞ്ച് ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഏറ്റവും ആദ്യം ഞാൻ ഒരു ത്രെഡിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു സാറ്റിൻ റിബണിൻ്റെ ഇതിലെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, എൻ്റെ കയ്യിലൊരു കീ ചെയിൻ ഉണ്ടായിരുന്നു. അതിൽ ഫെദറും പിന്നെ ബീഡ്സും ആണുള്ളത്. അത് ഞാൻ പൊട്ടിച്ചെടുത്തിട്ട് അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ കെട്ടി കൊടുക്കുന്നത്. പിന്നെ ഞാൻ അതിലൊരു ബീഡും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇപ്പോൾ ഇതെങ്ങനെയാണ്. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ളതിൽ ഞാനിനി എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ബീഡ്സാണ് ഇട്ട് കൊടുക്കണത്. എല്ലാത്തിൻ്റെയും അവിടെ ഇവിടെയായിട്ട് ബീഡ്സ് നിൽക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ ഞാൻ ഒരു സാറ്റിൻ റിബണിൻ്റെയിൽ 3 ബീഡ് ഇട്ട് കൊടുത്തു. 3 ബീഡ് ഇട്ട് കൊടുത്തിട്ട് നമുക്കത് സെക്യൂർ ആയിട്ടിരിക്കണം. എനിക്ക് വേണ്ടത് 3 എണ്ണം കൂടി ഒറ്റയടിക്ക് ഒരു സ്ഥലത്തായിട്ട് നിൽക്കാനല്ല, 3 സെപ്പറേറ്റ് സ്ഥലത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഒരു ബീഡ് വെക്കും. ബീഡിൻ്റെ തൊട്ട് താഴെയായിട്ട് ഗ്ലൂ ഗൺ ഒറ്റിച്ചു കൊടുത്തു. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, എന്നിട്ട് ഗ്ലൂ ഗൺ ഒറ്റിച്ചു കൊടുത്തിരിക്കുന്ന എവിടെയാണോ അവിടേക്ക് ഈ ബീഡിനെ ഇറക്കി വെക്കുക. അങ്ങനെയാകുമ്പോൾ ആ ബീഡ് അവിടെ തന്നെ ഒട്ടി നിന്നോളും. ഓക്കെ, അപ്പോൾ അത് കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ ബാക്കി ത്രെഡിലൊക്കെ ചെയ്യുകയാണ്. എൻ്റെ കയ്യിൽ ബീഡ് ഉപയോഗിച്ചിട്ട് ഞാൻ അത് ആദ്യം കോർത്ത് കൊടുത്തിട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് അതിനെ സെക്യൂർ ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇനി എഗെയിൻ നമ്മുടെ ഇഷ്ടമാണ് ഏത് തരത്തിലുള്ള ബീഡ് വെക്കണം എന്നുള്ളതും, എത്ര ചെറുത് വേണം എത്ര വലുത് വേണം എന്നൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. സോ ഞാനിപ്പോൾ കുറച്ച് വലിയ ബീഡ് എടുത്തിരിക്കുന്നത്, അപ്പോൾ കാണാനും ഭംഗിയുണ്ടാവും. അത് പിന്നെ വലിയ ഓട്ട ആയതുകൊണ്ട് കോർക്കാനും എളുപ്പമുണ്ടാവും. സോ ഇനി ഞാൻ ചെയ്യാൻ പോണത് താഴെ ഫെദർ വെക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ ഏറ്റവും ആദ്യം ഇതിപ്പോൾ കാക്കത്തൂവൽ കിട്ടിയതാട്ടോ. അതിൽ ഞാൻ ബ്ലൂ കളർ പെയിൻറ്റ് ചെയ്തതാണ്. പുറത്തുനിന്ന് മേടിക്കണമെന്നൊന്നുമില്ല, നമ്മുടെ കടയിൽ നിന്ന് നമുക്ക് വഴിയിൽ നിന്ന് കിട്ടുന്ന തൂവലുകൾ എടുത്താലും മതി. ഞാൻ ആദ്യം ഈ സാറ്റിൻ്റെ റിബണിൻ്റെ ഉള്ളിലേക്ക് ഒരു ബീഡ് കടത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ തെറ്റത്തായിട്ട് ഈ ഫെദർ ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഫെദറിൻ്റെ അവിടേക്ക് കുറച്ചും കൂടി ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അവിടേക്ക് ഈ ബീഡിനെ കടത്തി വെക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ നല്ലൊരു പെർഫെക്ഷൻ ഉണ്ടാവും കാണാനായിട്ട്. കണ്ടുവോ ഇല്ലേ? ഇപ്പോൾ ഫെദറിൻ്റെ അറ്റൊന്നും ഇങ്ങനെ കാണുന്നില്ല. പിന്നെ ഈ ഫെദർ പല കളറിലുള്ള ഫെദർ നമുക്ക് ഈസിലി മേടിക്കാൻ കിട്ടും കേട്ടോ. കടയിൽ ഇങ്ങനെ തൂവലുണ്ടോ എന്ന് ചോദിച്ചാൽ മതി. തൃശ്ശൂർ ഫിജിയിലാണ് കിട്ടുക. പിന്നെ ഓരോ സ്ഥലത്തും ഓരോ ക്രാഫ്റ്റ് സ്റ്റോറുകൾ ഉണ്ടാവുമല്ലോ, അവിടെ നിന്ന് കിട്ടും മിക്കതും എന്തായാലും കിട്ടും. സോ ഞാൻ എല്ലാ ത്രെഡിൻ്റെയും താഴെയായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കാറ്റ് വരുമ്പോൾ അതിങ്ങനെ ആടും, അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. ഇനി അതല്ല നമ്മുടെ വീട്ടിൽ ചുമരില വെക്കണമെന്ന് വെച്ചാലും നല്ല ഭംഗിയാണ്. 2 തരത്തിലും നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ വാളിൻ്റെ അനുസരിച്ചും കൂടി നോക്കിയെടുക്കുകയാണെങ്കിൽ നന്നാവും കേട്ടോ. വാളിൻ്റെ പെയിൻറ്റിൻ്റെ കളർ എന്താണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് കോൺട്രാസ്റ്റ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഫുൾ വൈറ്റ് ആയിട്ട് എടുക്കാം നമുക്ക്. അങ്ങനെ ചെയ്താലും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. സോ ഞാനിതിപ്പോൾ എല്ലാ സാറ്റിൻ റിബണിൻ്റെയും തെറ്റത്ത് ഇതേപോലെ ഫെദർ വെച്ച് കൊടുത്തിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ഫൈനൽ റിസൾട്ട് എന്ന് പറയണത്. എനിക്ക് നല്ല ഇഷ്ടമായി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഞാൻ ഇത് നമുക്ക് തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഈ തെറ്റത്ത് എംബ്രോയ്ഡറിയുടെ ആ സാധനം ഇല്ലേ, സ്ക്രൂവിൻ്റെ സാധനം, അവിടെയായിട്ട് ഞാൻ ഒരു റിബൺ കെട്ടിക്കൊടുക്കുകയാണ്. ഇനി നമുക്ക് ആ റിബൺ ഉപയോഗിച്ചിട്ട് എവിടെ വേണമെങ്കിലും തൂക്കിയിടാമല്ലോ. ചുമരിൽ വേണമെങ്കിൽ അങ്ങനെ, അല്ല വെച്ചാൽ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ അങ്ങനെ. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കൂ, നല്ല രസമല്ലേ? ഇങ്ങനത്തെ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവർ ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് എനിക്ക് പിക്ചർ അയച്ചു തരിക, ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, വീഡിയോ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബിൻ്റെ അടുത്തൊരു ചെറിയ ബെല്ലൈക്കനുണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.